സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കും. അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ ഓരോ വർഷവും പുതുതായി ചേരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നു. ഇതുമൂലം നിയമനം ലഭിച്ച അധ്യാപകരിൽ പലരും തൊഴിൽ ഭീഷണി നേരിടുകയാണ്. ഇതൊഴിവാക്കാനാണ് സർക്കാർ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുന്ന കാര്യം ആലോചിക്കുന്നത്. BRCകളിൽ ഉൾപ്പെടെ അധ്യാപകരെ പുനർവിന്യസിച്ചിട്ടും ഒഴിവുകളില്ലാതെ വന്നതോടെയാണ് അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കാൻ സർക്കാർ നിർബന്ധിതരായത്. നിലവിൽ ഹൈസ്കൂളിൽ 1:45, UPയിൽ 1:35, LPയിൽ 1:30 എന്നിങ്ങനെയാണ് അധ്യാപക വിദ്യാർത്ഥി അനുപാതം. ഇത് മാറ്റി ഹൈസ്കൂളിൽ 1:40, UPയിൽ 1:30, LPയിൽ 1:25 ഇങ്ങനെയാക്കാനാണ് ആലോചന. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം നിലവിലുള്ള അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ്. 2028 വരെയാണ് കാലാവധി എങ്കിലും 2027 ഒരു അധ്യയന വർഷം കൂടി ഞങ്ങൾക്ക് കിട്ടാനുള്ളൂ. അപ്പോൾ അതിനുള്ളിലെങ്കിലും ഈ ഒരു റേഷ്യോ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ലിസ്റ്റിന്റെ കാര്യം എന്താവും, അതിന്റെ ഭാവി എന്താവും എന്ന് പോലും പറയാൻ പറ്റത്തില്ല. സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത തരത്തിലാകും ക്രമീകരണം. അനുപാതം കുറയ്ക്കുമ്പോൾ അധിക തസ്തിക സൃഷ്ടിക്കപ്പെടും. പക്ഷേ പുതിയ നിയമനങ്ങൾ ധനവകുപ്പിന്റെ കൂടി അനുമതിയോടെ മാത്രമേ നടപ്പാക്കാനാകൂ. LP, UP, HS വിഭാഗങ്ങളിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറച്ചാൽ നിലവിലുള്ള അധ്യാപകരുടെ ജോലിയും നഷ്ടമാകില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന LPSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരവും അവസാനിക്കും. ടി. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.